2015 പട്ടിക പരിശോധിച്ചു കഴിഞ്ഞാൽ എന്തായാലും ബിജുവിലേക്ക് അതിൻ്റെ പട്ടികയുടെ പൂർണ്ണ ഇപ്പോൾ നമ്മുടെ മികച്ച സഹനടിക്കുള്ള പുരസ്കാരം നേടിയ അഞ്ജലി നമ്മോടൊപ്പം ചേരുന്നു. അഞ്ജലി, ഈ ഒരു പുരസ്കാരം പ്രതീക്ഷിച്ചിരുന്നുവോ? ഇപ്പൊ ജസ്റ്റ് കോൾ വന്നപ്പോഴാണ് അറിയുന്നത്. ഹലോ, കേൾക്കാം, പറഞ്ഞോളൂ. ആക്ച്വലി എനിക്ക് സംവിധായകനും പ്രൊഡ്യൂസറും ഒക്കെ ഇന്നലെ മുതൽ എന്നോട് ഇതിനെപ്പറ്റി സൂചിപ്പിക്കുന്നുണ്ടായിരുന്നു. പക്ഷെ ഞാൻ എനിക്ക് കേൾക്കണ്ട, ഞാൻ ഒട്ടും ഇത് എക്സ്പെക്ട് ചെയ്യുന്നില്ല, ഞാൻ അതൊന്നും പ്രതീക്ഷിച്ചിട്ടല്ല ഞാൻ ഈ ആശയം ചെയ്തത് എന്ന് ആദ്യം മുതലേ ഞാൻ പറയായിരുന്നാൽ. അവരെല്ലാരും ഹരി സാർ ആയാലും DOP അവരൊക്കെ ഭയങ്കര കോൺഫിഡന്റ് ആയിരുന്നു അന്ന് ചെയ്യുമ്പോ തന്നെ. പിന്നെ പ്രിവ്യൂ കണ്ടവരെല്ലാരും ഓരോരുത്തരും ഇത് തന്നെ പ്രതീക്ഷിച്ചിട്ടില്ല, ഒട്ടും എക്സ്പെക്ട് ചെയ്യാതെ വന്ന കോളായിരുന്നു. താങ്ക് യു. തീർച്ചയായും ഒട്ടേറെ പേരെ പെന്തള്ളി പട്ടികയിൽ മുൻനിരയിലെത്തി ഈ 2015 ഭാഗം മികച്ച സഹനടി എന്ന പുരസ്കാരത്തിലേക്ക് വരുമ്പോൾ ഒരുപക്ഷെ ഒട്ടേറെ നല്ല ഇതേ രീതിയിലുള്ള, കാരണം ഒട്ടേറെ ചിത്രങ്ങളായിരുന്നല്ലോ 2015 ഇറങ്ങിയത്. അതുകൊണ്ട് തന്നെ ഈ ഒരു നേട്ടത്തിന് ഇരട്ടി മധുരം തോന്നുന്നുണ്ടോ? ഒരുപാട് സന്തോഷം തോന്നുന്നുണ്ട്. സംവിധായകന് ചെറിയൊരു സംശയം തോന്നി, നമുക്കല്ല എടി കുഴപ്പമൊന്നുമില്ല. ഞാൻ പറഞ്ഞു എനിക്ക് കേൾക്കണ്ട, എനിക്ക് ഇത് ഞാൻ പ്രതീക്ഷിക്കുന്നുണ്ടെങ്കിലല്ലേ എന്നെ സമാധാനിപ്പിക്കേണ്ട കാര്യമുള്ളൂ. കിട്ടുന്നവർക്ക് കിട്ടട്ടെ. ഞാനൊക്കെ തുടക്കക്കാരില് ഏറ്റവും സ്റ്റാർട്ടറാണ് ഞാൻ. അപ്പോ മറ്റുള്ളവർക്ക് കിട്ടുന്നതിൽ സന്തോഷമേ ഉള്ളൂ. അല്ലെങ്കിൽ നമ്മുടെ സിനിമയിൽ മറ്റാർക്ക് ജുഗ്രുവിന് കിട്ടിയെന്നാണ് ഞാൻ കേട്ടത്. എന്റെ മകനായിട്ട് അഭിനയിച്ച ജുഗ്രുവിന് ഗൗരവനും കിട്ടിയെന്ന് അറിഞ്ഞു. ഞാൻ പറഞ്ഞു അവന് കിട്ടിയാലും സന്തോഷം, നമ്മളുടെ പടത്തിന് കിട്ടണമെന്നേ ഉള്ളൂ. ഞാൻ കഴിഞ്ഞ പ്രാവശ്യം നായികയായിട്ട് ചെയ്ത വൈറ്റ് ബോയ്സിന്റെ 3 സംസ്ഥാന അവാർഡ് ഉണ്ടായിരുന്നു. അപ്പോഴും ഞാൻ ആ സംവിധായകനോട് പറഞ്ഞത് ഒരുപാട് സന്തോഷമുണ്ട്, ഞാൻ ആ പടത്തിൽ നായികയായിട്ട് ചെയ്തു, അതിന്റെ ഭാഗമാവാൻ പറ്റി. അപ്പം ഇപ്രാവശ്യം എനിക്ക് ഒരുപാട് സന്തോഷമുണ്ട്, ഒരുപാട് സന്തോഷമുണ്ട്. അത്രയേറെ നല്ല സിനിമകളുണ്ടായ ഒരു വർഷമാണ് അഞ്ജലി. കഴിഞ്ഞ വർഷം 80ഓളം സിനിമകളാണ് ഉണ്ടായിരുന്നത്. അതിൽ തന്നെ മത്സര രംഗത്തുണ്ടായിരുന്നത് അഭിനേതാക്കളുടെ രംഗത്ത് ഒരുപാട് നടിമാരുടെ പരിണിതപ്രജ്ഞരായ ഒരുപാട് നടിമാരെ പിന്തള്ളിയാണ് താങ്കൾക്ക് സ്വഭാവ നടി എന്നുള്ള ഈ ഒരു അവാർഡ് ലഭിക്കുന്നത്. ഇതൊരു വലിയൊരു ഉത്തരവാദിത്തമല്ലേ? തീർച്ചയായിട്ടും. എനിക്കിപ്പോ ഇങ്ങനെയൊന്നും ആധികാരികമായി സംസാരിക്കാനോ മറുപടി തരാനോ എനിക്കിതൊന്നും അറിയില്ല. ഇനി എന്തായിരിക്കും എന്റെ ഉത്തരവാദിത്വം എന്ന് പോലും എനിക്കറിയില്ല. ഒരുപാട് നല്ല ക്യാരക്ടേഴ്സ് എന്നെ തേടി വരുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഇപ്പോഴെങ്കിലും മറ്റുള്ളവർ എന്നെ തിരിച്ചറിഞ്ഞിട്ടുണ്ടാകണം എന്നുള്ള ഒറ്റ വിശ്വാസം മാത്രമാണ് ഇപ്പൊ ഈ അവാർഡ് കിട്ടിയപ്പോൾ എനിക്ക് മനസ്സിലായിട്ടുള്ളത്. അപ്പൊ ആ ഒരു വിശ്വാസം മെയിൻറ്റെയിൻ ചെയ്ത് ഇനിയുള്ള ക്യാരക്ടേഴ്സ് ഇതിലും നന്നാക്കണം എന്ന് മാത്രം എനിക്കുള്ളത്. എന്നോട് കൂടുതലൊന്നും ചോദിക്കരുത്, എനിക്കിപ്പോ ഒന്നും പറയാൻ പറ്റില്ല. വ്യക്തമാണ്. അഞ്ജലിയാണ് മികച്ച സ്വഭാവ നടിക്കുള്ള പുരസ്കാരം നേടിയ അഞ്ജലി നമ്മോട് സന്തോഷം പങ്കിടുകയായിരുന്നു. ബിജു, ഒരുപക്ഷെ സംവിധായക നിരയിലേക്ക് നോക്കിയാൽ ചാർലിയുടെ കാര്യത്തിൽ ചാർലിക്ക് ഒരുപക്ഷെ ആ ക്രൂസിന് ഒരുപാട് അതിനെ മുൻനിരയിൽ പ്രവർത്തിച്ച ഒട്ടുമിക്ക ആളുകളും പുരസ്കാര പട്ടികയിലേക്ക് വരുന്നു. ഡോക്ടർ ബിജുവിനെയും അല്ലെങ്കിൽ രാജേഷ് പിള്ള ആയാലും RS വിമൽ ആയാലും സലീം അഹമ്മദ് ഒക്കെ തന്നെ ഉള്ള പ്രതീക്ഷിച്ചിരുന്ന പലരെയും പിന്തള്ളിക്കൊണ്ട് മാർട്ടിൻ പ്രക്കാട്ടിൻ്റെ പേര് അവിടേക്ക് വരുമ്പോൾ അങ്ങനെ ഒരു സംവിധായകരുടെ നിര സംബന്ധിച്ച് ഒരുപക്ഷെ ചിത്രങ്ങൾ സംബന്ധിച്ചും വിലയിരുത്തി ചാർലിയിലേക്ക് എത്തുമ്പോൾ മാത്രമല്ല പ്രജീഷ്, കാരണം ഈ ഒരു സംവിധായക നിരയെയും അഭിനേതാക്കളായ അവാർഡ് കിട്ടിയ ആളുകളെയൊക്കെ വെറുതെ ഒരു കൗതുകത്തിന് നമ്മൾ പരിശോധിച്ചാൽ തന്നെ ഇവരുടെ ഒരു പ്രായം നോക്കിയാൽ തന്നെ നമുക്ക് മനസ്സിലാവും. കാരണം ഏറ്റവും പുതിയ തലമുറ, മലയാള സിനിമയിലെ ഏറ്റവും പുതിയ തലമുറയാണ്. ആ അർത്ഥത്തിൽ ഒരു മുതിർന്നവർ എന്ന് പറയാൻ പറ്റുന്ന ആളുകൾ ഇപ്പോൾ P. ജയചന്ദ്രനെ പോലുള്ള ആളുകൾ ഉണ്ട് എന്നല്ലാതെ രമേശ് നാരായണനെ പോലുള്ള ആളുകളൊക്കെ ഉണ്ടാകും. ഇവരുടെ ഒരു പ്രായം നോക്കിയാൽ തന്നെ നമുക്കത് ഏറ്റവും പുതിയ തലമുറയാണ്. അവരുടെ ഒരു സിനിമയെക്കുറിച്ചുള്ള അവരുടെ കാഴ്ചപ്പാടും ധാരണയും അവർ എടുത്തുകൊണ്ടിരിക്കുന്ന സിനിമ മനസ്സിലാക്കിയാൽ പോലും അതും ഏറ്റവും പുതിയതാണ്. അപ്പോൾ ആ അർത്ഥത്തിൽ ഒരു പുതിയതിന്, അതായത് പുതിയ തലമുറക്ക് നൽകുന്ന ഒരു അവാർഡാണ് പുതിയ സിനിമയുടെ കാഴ്ചപ്പാടുകൾ. ബിജുവിലേക്ക് എത്താം. ഇപ്പോൾ KB വേണു മികച്ച സിനിമാ ഗ്രന്ഥത്തിനുള്ള പുരസ്കാരം നേടിയ KB വേണു ആദ്യം തന്നെ അഭിനന്ദനങ്ങൾ അറിയിക്കുന്നു. പ്രതീക്ഷിച്ചിരുന്നുവോ ഈ ഒരു പുരസ്കാരം ലഭിക്കുമെന്ന കാര്യത്തിൽ? താങ്ക് യു. അല്ല, പ്രതീക്ഷിച്ചിരുന്നില്ല. അങ്ങനെ പ്രതീക്ഷകളൊന്നും വെച്ചിട്ട് എഴുതിയൊരു പുസ്തകമായിരുന്നില്ല അത്. കിട്ടിയപ്പോൾ സന്തോഷമുണ്ട്. കാരണം ഇതിനു മുമ്പ് ജോർജ് സാറിനെ കുറിച്ച് പല പുസ്തകങ്ങളും അതിന്റെ സ്ട്രെച്ച് വന്നിട്ടുണ്ടായിരുന്നു. പക്ഷെ അതെല്ലാം ഒന്നിൽ അദ്ദേഹത്തിന്റെ ജീവിതാനുഭവങ്ങളൊക്കെ ആയിരുന്നു അതിനകത്തെ പ്രധാന പരാമർശം. പക്ഷെ ഇത് അദ്ദേഹത്തിന്റെ സിനിമകളെ കുറിച്ചുള്ള ഒരു ഗഹനമായിട്ടുള്ള ഒരു പഠനമാണ് ഞാൻ ഉദ്ദേശിച്ചിരുന്നത്. അതൊരുപാട് സമയമെടുത്ത് ചെയ്തൊരു പുസ്തകം കൂടിയാണത്. അപ്പൊ ആ ഒരു അർത്ഥത്തിൽ എനിക്ക് വളരെയധികം സന്തോഷമുണ്ട്. ആ ഒരു എഫർട്ട്
സംസ്ഥാന ചലച്ചിത്ര അവാർഡ് സമിതി അംഗീകരിച്ചതിൽ. ശ്രീ വേണു, ഒരുപക്ഷെ താങ്കൾ അതിസൂക്ഷ്മമായി തന്നെ സിനിമകളെ വിലയിരുത്തുന്ന അതിൻ്റെ മർമ്മങ്ങളൊക്കെ തന്നെ പരിശോധിക്കുന്ന ഒരു വ്യക്തിയായതുകൊണ്ട് 2015 ഏകദേശം നമുക്ക് അവകാശപ്പെടാവുന്ന ഏകദേശം 80ഓളം ചിത്രങ്ങൾ ഇറങ്ങിയ ഒരു വർഷമാണ്. അവിടെ നിന്നും ഒട്ടേറെ ജൂറിക്ക് ഒരു പക്ഷേ വലിയൊരു വെല്ലുവിളിയായിരുന്നു. ഒട്ടേറെ ചിത്രങ്ങൾ പട്ടികയിലേക്ക് വരുന്നു. നല്ല നടന്മാർ, മുൻനിര നടന്മാരൊക്കെ തന്നെ ആ പട്ടികയിൽ ഏറ്റവും ഒടുവിലായി ഇടം നേടുന്നു. ഇങ്ങനെ അതെല്ലാം കഴിഞ്ഞ് ആ പരിശോധനകളെല്ലാം കഴിഞ്ഞ് പൂർണ്ണ അർത്ഥത്തിലേക്ക് പട്ടിക പ്രഖ്യാപിക്കപ്പെടുന്ന ഈ ഘട്ടത്തിൽ പൊതുവെ വിലയിരുത്തുമ്പോൾ ചാർലിയാണ് ഒരു പക്ഷേ മികച്ച, ചാർലിയിലെ അഭിനയത്തിന് ദുൽഖർ എത്തുന്നു, മികച്ച നടിയായി പാർവതി ഒരുപക്ഷെ പ്രതീക്ഷിച്ചതുപോലെ. പൊതുവെ പട്ടിക വിലയിരുത്തിയാൽ താങ്കൾക്ക് ഈ ജൂറിക്ക് കാര്യങ്ങളോട് എല്ലാ അർത്ഥത്തിലും നീതി പുലർത്താൻ കഴിഞ്ഞിട്ടുണ്ടോ എന്ന ഒരു തോന്നലാണോ താങ്കൾക്കുള്ളത്? ഞാൻ ഏറ്റവും പ്രധാനപ്പെട്ട അവാർഡുകൾ മാത്രമാണ് ശ്രദ്ധിച്ചത്. സത്യം പറഞ്ഞാൽ എന്റെ അവാർഡ് പറയുന്നത് എനിക്ക് കേട്ടില്ലായിരുന്നു. അപ്പോഴത്തേക്ക് അതെന്തോ ഞാൻ കണ്ടിരുന്ന ഫോൺ വരുമെന്ന് ചെയ്തു. പക്ഷെ എനിക്ക് തോന്നിയിട്ടുള്ള ഈ ചാർലിയിലത്തെ അഭിനയത്തിന് ദുൽഖർ സൽമാൻ കൊടുത്തതിലും ആ ഒരു പ്രധാനപ്പെട്ട 2-3 അവാർഡുകളെ കുറിച്ച് എനിക്ക് യാതൊരു അഭിപ്രായത്തില്ല. കാരണം ഈ 2 പ്രകടനങ്ങളും ആ സിനിമ ഇറങ്ങിയ സമയത്ത് തന്നെ എല്ലാ തരത്തിലുള്ള പ്രേക്ഷകരും ഒരേപോലെ അഭിനന്ദിച്ചിട്ടുള്ള പ്രകടനങ്ങളാണ്. അപ്പൊ അതിനകത്ത് എനിക്ക് സംശയമില്ല. തന്നെയല്ല, പുതിയ തലമുറയിലെ അഭിനേതാക്കളിലെ ഏറ്റവും കൂടുതൽ പ്രശംസ അർഹിക്കുന്ന കഥാപാത്രങ്ങളോട് വളരെ ഭംഗിയായി അതിനോട് നീതി പുലർത്തുന്ന, നന്നായിട്ട് മനസ്സിലാക്കുന്ന, വളരെ ഇന്റലിജന്റ് ആയിട്ടുള്ള 2 അഭിനേതാക്കളാണ് ഈ ദുൽഖർ സൽമാനും പാർവതിയും. അപ്പൊ ആ ഒരു കാര്യത്തിൽ എനിക്ക് അതൊരു തർക്കമില്ല. ഇപ്പൊ മുൻനിര നടന്മാര് നമ്മൾ പറയുന്നവര് അവരെ പിന്തള്ളി എന്നൊന്നും പറയേണ്ട ആവശ്യമില്ല. പുതിയൊരു ടാലന്റിനെ കണ്ടെത്തി അതിന് അംഗീകാരം കൊടുത്തു എന്ന് പറയുമ്പോൾ നമ്മൾ അതിൽ സന്തോഷിക്കാൻ വേണ്ടി. പിന്നെ മറ്റുള്ള വിഭാഗങ്ങളില് ഇപ്പൊ അമീബ എന്നുള്ള സിനിമയൊക്കെ ഞാൻ ഇന്നലെയാണ് തിയേറ്ററിൽ പോയി കണ്ടത്. അതൊക്കെ അതിനൊക്കെ അവാർഡ് കൊടുത്തിട്ടുണ്ട്. പിന്നെ ഒഴിവ് ദിവസത്തെ കളി പോലുള്ള സിനിമയ്ക്കൊക്കെ അവാർഡ് കൊടുത്തിട്ടുണ്ട്. അപ്പൊ എല്ലാ തരത്തിലുള്ള സിനിമകളെയും കാണാനുള്ള ശ്രമം ജൂറിയുടെ ഭാഗത്തുനിന്നുണ്ടായെന്നാണ് എനിക്ക് തോന്നുന്നു ഒറ്റ നോട്ടത്തില്. പക്ഷേ ഇറ്റ്സ് ടു ഏർലി ടു സേ സംതിങ്. കാരണം ഞാൻ എല്ലാ സിനിമകളുടെയും ആ ഒരു എല്ലാ അവാർഡിലും കാറ്റഗറിയിലേക്ക് വിശദമായിട്ട് പോയിട്ടില്ല. കാരണം ഭാഗ്യവശാൽ എനിക്കൊരു അവാർഡ് കട കിട്ടിയായിരുന്നു. അതിനിടയിൽ കുറെ ഫോൺ കോളൊക്കെ വന്നു. അതുകൊണ്ട് എനിക്ക് ശ്രദ്ധിക്കാനും പറ്റില്ല. ബട്ട് ബൈ ആൻഡ് ലാർജ് അത് അത്ര വലിയ പാളിച്ചകൾ പറ്റിയിട്ടില്ല എന്നാണ് എനിക്ക് ആദ്യത്തെ വിലയിരുത്തൽ എനിക്ക് തോന്നിയിട്ടുള്ളത്. പല സിനിമകളും ഞാൻ കണ്ടത് തന്നെയാണ്. ഒരു പുതിയ തലമുറയുടെ KB ഒരു പുതിയ തലമുറയുടെ ഒരു സിനിമ കാഴ്ചക്ക് നൽകുന്ന ഒരു അവാർഡാണ്. അത് തിയേറ്ററുകളിലേക്ക് നിറഞ്ഞെത്തുന്ന ആളുകളെയും അവഗണിച്ചിട്ടില്ല. ഒപ്പം തന്നെ സമാന്തരമായിട്ടുള്ള ഒരു കാഴ്ചയെ ശീലിക്കുകയും മനസ്സിലാക്കുകയും തിരിച്ചറിയുകയും ചെയ്യുന്ന മറ്റൊരു തലമുറയെയും മാനിച്ചിട്ടുമുണ്ട്. ആ അർത്ഥത്തിൽ ഈ ഒരു അവാർഡിനെ എങ്ങനെയാണ് താങ്കൾ മനസ്സിലാക്കുന്നത്, ഒരു ചലച്ചിത്ര നിരൂപകൻ എന്ന അർത്ഥത്തിൽ? അതെ, അങ്ങനെ തലമുറകളെ മുഴുവൻ തൃപ്തിപ്പെടുത്തുക അല്ലെങ്കിൽ എല്ലാത്തരം കാറ്റഗറിയും തൃപ്തിപ്പെടുത്തുക എന്നുള്ള ഉത്തരവാദിത്വമൊന്നും ഒരിക്കലും ഒരു ചലച്ചിത്ര അവാർഡ് നിർണയ ജൂറിക്ക് ഇല്ല. അങ്ങനെയല്ല നോക്കേണ്ടത്. ഇപ്പൊ മമ്മൂട്ടിയുടെ പ്രകടനം ദുൽഖർ സൽമാന്റെയോ പൃഥ്വിരാജിന്റെയോ ജയസൂര്യയുടെ ഒക്കെ പ്രകടനത്തെക്കാൾ നല്ലതായിട്ട് തോന്നുകയാണെങ്കിൽ തീർച്ചയായിട്ടും അദ്ദേഹത്തിന് തന്നെയാണ് അവാർഡ് കൊടുക്കേണ്ടത്. അദ്ദേഹത്തിന് നാഷണൽ അവാർഡൊക്കെ പല പ്രാവശ്യം കിട്ടിയതല്ലേ, ഇനി എന്തിനാ കൊടുക്കണം? അങ്ങനെ വിചാരിക്കേണ്ട ആവശ്യമില്ല. അവരഭിപ്രായക്കാരനല്ല ഞാൻ. അങ്ങനെ എല്ലാ ജനറേഷനെയും എല്ലാ വിഭാഗത്തിൽപ്പെട്ട ആൾക്കാരെയും തൃപ്തിപ്പെടുത്തുക, കാറ്റർ ചെയ്യുക എന്നുള്ളതൊന്നും ഒരു സംസ്ഥാന ചലച്ചിത്ര അവാർഡ് ജൂറിയുടെ ചുമതലയല്ല. അങ്ങനെ നമ്മൾ ചിന്തിക്കേണ്ട ആവശ്യമില്ല. അപ്പോൾ അതിന്റെ ഒരു മെറിറ്റ് നോക്കിയിട്ടാണ് കൊടുക്കേണ്ടത്. ഇപ്പൊ പലപ്പോഴും പല ആളുകളും ഇപ്പൊ നമ്മൾ ചാർലി കണ്ടിട്ടുണ്ടാവും, പക്ഷെ അമീബ തിയേറ്ററിൽ പോയിട്ട് കണ്ടിട്ടുണ്ടാവില്ല. കഴിഞ്ഞ ഏതാനും വർഷങ്ങൾക്ക് മുമ്പ് നമ്മുടെ ക്രൈം നമ്പർ 89 അഭിനയിച്ച അശോക് കുമാർ എന്ന് പറയുന്ന ആക്ടർക്കായിരുന്നു മികച്ച 2ാമത്തെ നടനുള്ള അവാർഡ്. ആ സിനിമ അധികാരം അന്ന് കണ്ടിട്ടുണ്ടായിരുന്നില്ല, ക്രൈം നമ്പർ 89 സുദേവന്റെ. അപ്പൊ ഒരു ചലച്ചിത്ര അവാർഡ് എന്ന് വരുന്നത് നമ്മളിപ്പോ പുറത്തുനിന്ന് നോക്കുന്ന എല്ലാ സിനിമകളെയും വിലയിരുത്തുന്ന അവകാശപ്പെടുന്ന ആൾക്കാർക്ക് പോലും കാണാൻ പറ്റാത്ത പല സിനിമകളും അവാർഡിന്റെ പരിഗണനയ്ക്ക് വരാറുണ്ട്. അത് ചിലപ്പോൾ തിയേറ്ററിൽ റിലീസ് ചെയ്തിട്ടുണ്ടാവില്ല. ഇപ്പോ ചന്ദ്രേട്ടന്റെ പടം, TV ചന്ദ്രന്റെ ഈ മോഹവലയം എന്നുള്ള സിനിമയ്ക്ക് ഒരു ജൂറി പരാമർശം കിട്ടിയിട്ടുണ്ട്, ജോയ് മാത്യുവിന്. ആ സിനിമ വളരെ നന്ദി ശ്രീ KB വേണു. ഇപ്പോൾ P ജയചന്ദ്രൻ നമ്മോടൊപ്പം ടെലിഫോൺ ലൈനിൽ ചേരുന്നു. ശ്രീ ജയചന്ദ്രൻ, ഒരുപക്ഷെ പുരസ്കാരങ്ങൾ ഈ പുതുമയല്ലെങ്കിൽ കൂടിയും താങ്കളെ സംബന്ധിച്ചിടത്തോളം ഈ വർഷത്തെ ഈ ഒരു പുരസ്കാരം താങ്കളിലേക്ക് എത്തുമ്പോൾ ശ്രീ ജയചന്ദ്രൻ, ഗുരുവായൂരപ്പന്റെ അനുഗ്രഹമാണ് ആദ്യമായിട്ട്. പിന്നെ അതിന്റെ ജൂറിയിൽ അവരെല്ലാരും, പിന്നെ എന്റെ ശ്രോതാക്കളാണ് എനിക്ക് ഏറ്റവും അവരുടെ അവാർഡ്, അവർ തന്ന അവാർഡായിട്ട് ഞാൻ കണക്കാക്കുന്നത്. എന്റെ പാട്ട് കേട്ട് എന്നെ ഇഷ്ടപ്പെടുന്ന ശ്രോതാക്കളുടെ അവാർഡാണത്. അവരെയാണ് ഞാൻ കൂടുതൽ ഏറ്റവും സ്മരിക്കുന്നത്. ശ്രീ ജയചന്ദ്രൻ, ഒരുപക്ഷെ കാരണം ഈ പാട്ട് ഒരു തിയേറ്ററിൽ എത്തുന്നതിന് മുൻപേ ജനങ്ങൾ ഏറ്റുവാങ്ങിയ ഒരു പാട്ട്, ഒരു ഗാനമായിരുന്നു. ആ അർത്ഥത്തിൽ തികഞ്ഞ അർത്ഥത്തിൽ ജനങ്ങളുടെ ആ സ്പന്ദനം ജൂറിയും തിരിച്ചറിഞ്ഞു. അതെ, തീർച്ചയായിട്ടും. അതെ.
മാത്രവുമല്ല താങ്കൾക്കൊപ്പം ഒപ്പം നേടിയ പുരസ്കാരങ്ങൾ നേടിയവരുടെ പട്ടിക, കാരണം ഒരു പുതുതലമുറയ്ക്ക്, താങ്കളെ കൂടാതെ പുതുതലമുറയ്ക്ക് ഏറ്റവും കൂടുതൽ അവർക്ക് അർഹിക്കുന്ന അല്ലെങ്കിൽ അവരുടെ യത്നത്തിന് കൂടുതൽ പൂർണ്ണാർത്ഥം നൽകിക്കൊണ്ടുള്ള ഒരു പട്ടിക, ആ അർത്ഥത്തിൽ നോക്കുമ്പോൾ പൊതുവേ ജൂറിയുടെ ഈ ഒരു വിലയിരുത്തൽ എല്ലാ അർത്ഥത്തിലും, കാരണം മികച്ച നടനായി ദുൽഖറാണ് എത്തുന്നത്, നടിയായി താങ്കൾ തന്നെ പാടിയ, താങ്കൾ തന്നെ പങ്കുചേർന്ന ആ ചിത്രത്തിലെ പാർവതിയാണ്, ഈ അർത്ഥത്തിലൊക്കെ നോക്കുമ്പോൾ താങ്ക് യു. അതെ, അങ്ങനെ വളരെ സന്തോഷം. അവർക്ക് കിട്ടിയാലും എല്ലാവർക്കും സന്തോഷം ഞാൻ പറയാണ്. പ്രത്യേകിച്ച് നിങ്ങൾ വിളിച്ച നിങ്ങൾക്ക് നന്ദി രേഖപ്പെടുത്തുന്നു കേട്ടോ. വളരെ നന്ദി ശ്രീ ജയചന്ദ്രൻ. മികച്ച സംഗീതത്തിനുള്ള, മികച്ച ഗാനത്തിനുള്ള പുരസ്കാരമാണ്, മികച്ച പിന്നണി ഗായകനുള്ള പുരസ്കാരമാണ് നേടിയത്. ജയചന്ദ്രനാണ് നമ്മോടൊപ്പം സംസാരിച്ചത്. രമേശ് നാരായണൻ ഒരിക്കൽ കൂടി ചേരുന്നുണ്ട്. ശ്രീ രമേശ് നാരായണൻ, താങ്കൾ പ്രതീക്ഷിച്ചത് ആയിരുന്നുവോ ഈ ഒരു അംഗീകാരം, 2015 ഈ ഒരു അംഗീകാരം? സത്യത്തില് ഞാനിത് രണ്ടും പ്രതീക്ഷിച്ചിട്ടില്ല. കാര്യം കഴിഞ്ഞ വർഷം എനിക്ക് അവാർഡ് കിട്ടിയതാണ്. അപ്പൊ ഈ വർഷം എഗെയിൻ ഒരു മ്യൂസിക് കമ്പോസറിനുള്ള അവാർഡ് വരുമെന്ന് ഞാൻ പ്രതീക്ഷിച്ചിട്ടില്ല. പിന്നെ എനിക്ക് ഏറ്റവും നന്ദി പറയാനുള്ളത് ഇതിന്റെ ജൂറി മിസ്റ്റർ ശരത്, ഈ ഗ്രേറ്റ് മ്യൂസീഷ്യൻ, വലിയ മ്യൂസിക് ഡയറക്ടർ, ഞാൻ ഇഷ്ടപ്പെടുന്ന ഒരു കമ്പോസറാണ് അദ്ദേഹം. പിന്നെ അദ്ദേഹം എൻ്റെ മകളുടെ പാട്ട്, അവൾ ഒരു പാട്ടേ പാടിയിട്ടുള്ളൂ പിന്നെ ലെനിൻ സാറിന്റെ പടത്തില്. അപ്പൊ അവൾക്കും ആ പാട്ട്, അവളുടെ വോയിസ് ഞാൻ ഒരിക്കലും അത് പ്രതീക്ഷിച്ചിട്ടില്ല ആക്ച്വലി. കാര്യം അവൾക്ക് ഇനിയും സമയമുണ്ട്. പക്ഷെ ആ വോയിസ് അവര് തിരിച്ചറിഞ്ഞു, ആ സംഗീതം തിരിച്ചറിഞ്ഞു, അതിലേക്ക് വലിയ കടപ്പാടുണ്ട്. വളരെ നന്ദിയുണ്ട് ആ മൊത്തം ജൂറി എല്ലാവർക്കും ഞാൻ നന്ദി പറയാണ് ഈ അവസരത്തിൽ. തീർച്ചയായും അതുകൊണ്ട് തന്നെയാണ് ഇരട്ടി മധുരം എന്ന വാക്ക് ഉപയോഗിക്കേണ്ടി വരുന്നത്. കാരണം ഒരു കലാകുടുംബത്തിലേക്ക് 2 അവാർഡുകൾ, പ്രത്യേകിച്ച് താങ്കൾ പ്രതീക്ഷിച്ചിരുന്നില്ലെങ്കിൽ കൂടി മകളുടെ കാര്യത്തിൽ, കാരണം മധുശ്രീ നാരായണൻ എന്ന ആ മികച്ച ഒരു ഈ കാലഘട്ടത്തിൽ, പ്രത്യേകിച്ച് ഈ ഒരു പ്രായമൊക്കെ കണക്കിലെടുക്കുമ്പോഴൊക്കെ തന്നെ വലിയ മുൻനിര ഗായകരെയൊക്കെ തന്നെ മാറ്റി നിർത്തിക്കൊണ്ട് ഇത്തരത്തിലൊരു ഈ പ്രായത്തിൽ ഈ അവാർഡിന് അർഹയാകുമ്പോൾ ആ നേട്ടങ്ങൾക്ക് ഏതർത്ഥത്തിൽ താങ്കൾക്ക് വിലയിരുത്താൻ കഴിയും? അവൾ ഇനിയും ഒരുപാട് പഠിക്കാനുണ്ട്. വലിയൊരു നേട്ടം ഇത് ഡെഫിനറ്റ്ലി ഇത് പിന്നെ റെക്കഗ്നൈസേഷൻ, ഒരു സ്റ്റേറ്റ് റെക്കഗ്നൈസേഷൻ എന്ന് പറഞ്ഞാൽ വലിയ കാര്യമാണ് അവൾക്ക് ഈ സമയത്ത്. പക്ഷെ അവൾ +1 പഠിക്കുകയാണ്. അവൾ സംഗീതം വളരെ സീരിയസ് ആയിട്ട് പിന്നെ ഉൾക്കൊണ്ട് പഠിക്കുന്ന മോളാണ്. അവളുടെ കാര്യം, അവളുടെ ടാലന്റ് വെച്ച് നോക്കുമ്പോഴും വളരെ ചെറുപ്പത്തിൽ തന്നെ അവൾ പാടുന്നുണ്ട്. പിന്നെ അവൾക്ക് ഗുരുജിയിൽ നിന്നും, പണ്ഡിറ്റ് ജസ്രാജ് പറമ്പൂജി ഗുരുജിയിൽ നിന്നും അവൾക്ക് ട്രെയിനിങ് കിട്ടിയിട്ടുണ്ട്. സ്റ്റിൽ അവൾ പഠിച്ചുകൊണ്ടിരിക്കുന്നു. അവളുടെ വളർച്ചയ്ക്ക് അവൾക്ക് ഒരു എന്തായാലും അവൾക്ക് ഇതൊരു നല്ലൊരു കാര്യം തന്നെയാണ് ഈ റെക്കഗ്നൈസേഷൻ ഉണ്ടായിട്ടുള്ളത്. വളരെ നന്ദി ശ്രീ രമേശ് നാരായണൻ ഞങ്ങളോട് പ്രതികരിച്ചതിന്. ബിജു ഒരു ഓട്ടപ്രദർശനം നടത്തി കഴിഞ്ഞാൽ, കാരണം വലിയ പട്ടികയാണ് 2015, എന്തായാലും സിനിമകളുടെ 80ഓളം സിനിമകളാണ് മുന്നിലേക്ക് എത്തിയത്. പൊതുവെ എല്ലാ അർത്ഥത്തിലും, കാരണം മികച്ച ഈ പറയുന്ന ഒരു ദിവസത്തെ കളിയടക്കമുള്ള ചിത്രങ്ങൾ വരുന്നു, പ്രത്യേക പശ്ചാത്തലമുള്ള ചിത്രങ്ങൾ പട്ടികയിലേക്ക് വരികയും അതിന് മുൻഗണന നൽകുകയും അംഗീകാരം നൽകുകയും ചെയ്തിരിക്കുന്നു. മാത്രമല്ല മികച്ച നടനായി ദുൽഖർ സൽമാനെ തിരഞ്ഞെടുക്കുന്നു, പാർവതി പ്രതീക്ഷിച്ചതുപോലെ. ഒപ്പം ഛായാഗ്രഹണമായാലും മികച്ച ഗായകനായാലും ഗായികയായാലും ഒക്കെ നോക്കുമ്പോൾ എല്ലാ തവണയും ഒരു പ്രഖ്യാപനത്തിന് ശേഷം ആരുടെയുമെങ്കിലും ഒക്കെ തന്നെ കല്ലുകടി വെളിച്ചത്താക്കിക്കൊണ്ട് പലരുടെയും പ്രതികരണമൊക്കെ വരാറുണ്ട്. പക്ഷേ ഇന്നത്തെ ഈ ജൂറി ഒരു പക്ഷേ നേരത്തെ പലരും നമ്മോട് സംസാരിച്ച പലരും പറഞ്ഞതുപോലെ എല്ലാ തലങ്ങളെയും സ്പർശിച്ചു, കലർപ്പില്ലാതെ സ്പർശിച്ചു എന്ന് വ്യക്തമാക്കാൻ കഴിയുന്ന ഒന്നാണോ ഇന്നത്തെ പ്രഖ്യാപനം ഈ പട്ടിക പരിശോധിച്ചാൽ? ഒരുപക്ഷെ കല്ലുകടി ഏത് തരത്തിൽ ഇനി വരാൻ ഇരിക്കുന്നതേ ഉണ്ടാവാനിടയുള്ളൂ. ഏതൊക്കെ സിനിമകൾ ഇത് സ്പർശിക്കാതെ കടന്നുപോയി, അവരുടെ ഒരു ദുഃഖവും വേദനയും നിരാശയും ഒക്കെ ചിലപ്പോൾ കല്ലുകടിയായി സാധാരണ മട്ടിൽ വരാറുണ്ട്. അത്തരത്തിലുള്ള ഒരു വിവാദങ്ങളാണ് പൊതുവെ അവാർഡ് ചർച്ചകളിൽ ഉണ്ടാവാറ്. അവാർഡ് കിട്ടാത്തവർ അവരുടെ നിരാശകൾ പങ്കുവെക്കുന്ന വിവാദങ്ങളാണ് പൊതുവെ മലയാള അവാർഡുമായി പൊതുവെ കേൾക്കാറുള്ളത്. അത് ഏതായാലും ഇതുവരെ വന്നിട്ടില്ല. ഒരുപക്ഷെ നാളെ അടുത്ത മണിക്കൂറുകളിൽ അങ്ങനെ സംഭവിച്ചേക്കാം. എന്തു തന്നെയായാലും ഒരു ചർച്ച ചെയ്യപ്പെട്ട മലയാള സിനിമയുടെ ഒരു സമകാലിക ചരിത്രത്തെ, കഴിഞ്ഞ വർഷത്തിൻ്റെ ഒരു സിനിമാ മാറ്റത്തെ അടയാളപ്പെടുത്തിയ തിയേറ്ററിലും പുറത്തും സമാന്തരമായും ഒക്കെ കാഴ്ചക്ക് മുന്നിലെത്തിയ സിനിമകളെ കൃത്യമായി മാനിച്ചുകൊണ്ടുള്ള ഒരു
അവാർഡ് തന്നെ എന്ന തരത്തിൽ അങ്ങനെ ഒരു എതിരഭിപ്രായങ്ങൾ ഉണ്ടാകുമെങ്കിലും ഒരു തരം പൊതു കാഴ്ചയ്ക്ക് ഒരുപക്ഷെ ഒരു സാധാരണ പ്രേക്ഷകൻ്റെയും ഒരു കാഴ്ചയ്ക്ക് വെച്ച് നോക്കുമ്പോൾ അവർ അതിലൊക്കെ അംഗീകരിക്കപ്പെടുന്ന ഒരു അവാർഡ് അല്ലെങ്കിൽ മാനിക്കപ്പെടുന്ന ഒരു അവാർഡ് തന്നെയാണ് ഉണ്ടായിരിക്കുന്നത്. ഒഴിവു ദിവസത്തെ കളിക്ക് സനൽ കുമാർ ശശിധരനാണ് ഒഴിവു ദിവസത്തെ കളിയാണ് ഏറ്റവും മികച്ച ചിത്രമായിട്ട് തിരഞ്ഞെടുത്തിരിക്കുന്നത്. അത് കഴിഞ്ഞ ചലച്ചിത്ര മേളയിൽ തന്നെ ചർച്ചയായ ചിത്രമാണ്. സനൽകുമാർ ശശിധരൻ്റെ അദ്ദേഹമായിരുന്നു കഴിഞ്ഞ വർഷവും അദ്ദേഹത്തിന് അവാർഡ് ഉണ്ടായിരുന്നു. നമുക്കറിയാം ഒരാൾ പൊക്കത്തിൽ എന്ന സിനിമയുടെ സംവിധായകൻ അദ്ദേഹം ഏറ്റവും മികച്ച സംവിധായകനുള്ള കഴിഞ്ഞ വർഷവും അവാർഡ് ലഭിച്ച ആളായിരുന്നു സനൽകുമാർ ശശിധരൻ. അദ്ദേഹത്തിൻ്റെ ഒഴിവു ദിവസത്തെ കളി ആറുണ്ണിയുടെ കഥയെ അധികരിച്ച് തയ്യാറാക്കിയ ഒരു സിനിമയാണ് ഒഴിവു ദിവസത്തെ കളി. വളരെ രാഷ്ട്രീയ ഇന്നത്തെ ഒരു കാലത്ത് ജാതിയുടെയൊക്കെ ഒരു മധ്യവർഗത്തിൻ്റെ ഉള്ളിൽ അറിയാതെ അറിഞ്ഞും അറിയാതെയും ഉള്ളിൽ നിലനിൽക്കുന്ന മലയാളി മധ്യവർഗത്തിൻ്റെ ഉള്ളിലുള്ള ജാതി ചിന്തയൊക്കെ പുറത്തു കൊണ്ടുവരുന്ന ഒരു സിനിമയാണ്. പ്രത്യേകിച്ച് ഇപ്പോൾ രോഹിത് വെമുലയുടെയൊക്കെ മരണവുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഈ ഒരു സാഹചര്യത്തിൽ തൂക്കി കൊലപാതകമൊക്കെ ചർച്ചയാവുന്ന ഘട്ടത്തിലൊക്കെ രാഷ്ട്രീയ പ്രാധാന്യമുള്ള ഒരു സിനിമയായി വിലയിരുത്തപ്പെട്ട ഒരു സിനിമയാണ് ഒഴിവു ദിവസത്തെ കളി. അതുകൊണ്ട് അതിന് അംഗീകരിക്കപ്പെട്ടു എന്നുള്ളത് ഒരു ചെറിയ കാര്യമല്ല. പ്രത്യേകിച്ചും ധാരാളം കച്ചവട സിനിമകളുടെ അല്ലെങ്കിൽ വ്യാപാര സിനിമകളുടെ കമേഴ്ഷ്യൽ സിനിമകളുടെ ജനപ്രിയ സിനിമകളുടെ വലിയൊരു ധാരാളിത്തത്തിനിടയിൽ ഇങ്ങനെയൊരു സിനിമയെ ഏറ്റവും മികച്ച സിനിമയായി തിരഞ്ഞെടുക്കപ്പെട്ടു എന്നുള്ളത് ഒരു ചെറിയ കാര്യമല്ല. രണ്ടാമത്തെ മികച്ച സിനിമ അമീബ, മനോജ് ഖാനയുടെ അമീബ ആണ് ഏറ്റവും മികച്ച സിനിമയായി തിരഞ്ഞെടുത്തിരിക്കുന്നത്. തിയേറ്ററിൽ എത്താൻ പോലും വളരെ ബുദ്ധിമുട്ടുന്ന ഒരു സിനിമയാണ് ഇപ്പോൾ ഈ ഒരു സിനിമ. അദ്ദേഹം ആ സംവിധായകൻ അത്രയേറെ അതിൽ കഷ്ടപ്പെടുന്നുണ്ട് എന്നുള്ളത് അദ്ദേഹത്തെ അറിയുന്നവർക്കും ഒപ്പം തന്നെ സമാന്തര ചലച്ചിത്രധാര അറിയുന്നവർക്കും അറിയാവുന്നതാണ്. തിയേറ്റർ കിട്ടാതെ വിഷമിക്കുന്ന, സിനിമ എടുക്കാൻ പൈസയില്ലാതെ ബുദ്ധിമുട്ടുന്ന, ആളുകളോട് പിരിവെടുത്ത് പഴയ ജോൺ അബ്രഹാമിൻ്റെ ഒക്കെ ഒരു കാലത്തേതുപോലെ പിരിവെടുത്ത് സിനിമ പിടിക്കേണ്ടി വരുന്ന ഒരു സംവിധായകനാണ്. അദ്ദേഹത്തിൻ്റെ ചിത്രത്തിനാണ് രണ്ടാമത്തെ ഏറ്റവും മികച്ച സിനിമയ്ക്കുള്ള അവാർഡ് ലഭിച്ചിരിക്കുന്നത്. അതും ഏതുതരം സിനിമാ സംസ്കാരത്തെയാണ് ഈ മാനിക്കുന്നത്, അത്തരമൊരു സിനിമാ സംസ്കാരത്തെയും തിയേറ്ററുകൾ കിട്ടാതെ പണമില്ലാതെ സിനിമ എടുക്കേണ്ടി വരുന്ന ഒരു തലമുറയെ കൂടി സിനിമയുടെ ഈ ഒരു അവാർഡിൻ്റെ ചരിത്രത്തിലേക്ക് കൊണ്ടുവരാൻ കഴിയുന്നു എന്നുള്ളത് അദ്ദേഹത്തിന് അവാർഡ് കിട്ടുമ്പോൾ അതും ഒരു ചെറിയ കാര്യമല്ല. ഒപ്പം തന്നെ കഴിഞ്ഞ ആൾക്കൂട്ടത്തെയും ആളുകൾ തിങ്ങിക്കേടുന്ന സിനിമ അതുകൊണ്ട് മോശം സിനിമയൊന്നുമല്ല. അത്തരം സിനിമകളുടെ ഒരു ധാര കഴിഞ്ഞ കാലങ്ങളിൽ നമ്മളൊരു നവതരംഗം എന്ന പേരിൽ, ന്യൂ ജനറേഷൻ എന്ന പേരിലൊക്കെ നമ്മുടെ നാട്ടിൽ വളരെ സജീവമായി രംഗത്തുണ്ട്. അത് നമ്മുടെ സിനിമാ ലോകത്തെ വളരെ ശക്തിപ്പെടുത്തിയിട്ടുണ്ട്. അതൊരു വ്യവസായം എന്ന നിലയിലും കല എന്ന രീതിയിലും ഒക്കെ അത് വളരെയേറെ ശക്തിപ്പെട്ട സിനിമകളാണ് കഴിഞ്ഞ വർഷത്തെ ചാർലിയും എന്നും നിൻ്റെ മൊയ്തീൻ പോലുള്ള സിനിമകൾ. ഈ സിനിമകൾ തിയേറ്ററുകളിൽ നന്നായി ശ്രദ്ധിക്കപ്പെട്ട ചിത്രങ്ങളാണ്. ആൾക്കൂട്ടം നിറഞ്ഞു കവിഞ്ഞ് കണ്ട സിനിമകളാണ്. അതിൻ്റെ ചാർലിയുടെ സംവിധായകൻ മാർട്ടിൻ ബ്രക്കാട്ട് അദ്ദേഹം ഏറ്റവും മികച്ച സംവിധായകനായി തിരഞ്ഞെടുക്കപ്പെട്ടു. ഒപ്പം തന്നെ ചാർലിയിലെ മികച്ച അഭിനേതാവായി തിരഞ്ഞെടുത്ത ദുൽഖർ സൽമാൻ അദ്ദേഹത്തിൻ്റെ അഭിനയ ജീവിതത്തിലും അദ്ദേഹത്തിൻ്റെ തലമുറയുടെ തന്നെ അഭിനയ ജീവിതത്തിലുമുള്ള ഒരു വലിയ വഴിത്തിരിവായിക്കൊണ്ട് അദ്ദേഹം ഏറ്റവും മികച്ച നടനായി തിരഞ്ഞെടുക്കപ്പെട്ടു. നടി പാർവതി കഴിഞ്ഞ വർഷം ഏറ്റവും കൂടുതൽ ശ്രദ്ധിക്കപ്പെട്ട തിരിച്ചറിയപ്പെട്ട നടിയാണ്. അങ്ങനെ നടി പാർവതിയും മികച്ച നടിയായി തിരഞ്ഞെടുക്കപ്പെട്ടു. പ്രജീഷ്, ബിജു മുത്തത്തിയാണ് പട്ടിക സംബന്ധിച്ചും 2015 അവാർഡ് സംബന്ധിച്ചുള്ള പൂർണ്ണ വിവരങ്ങൾ നൽകി.